ഹായ് വെൽക്കം ടു മാറ്റ്കം. ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോഡിംഗ് ലാംഗ്വേജ് പാർട്ടിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിനകത്ത് പല രീതിയിൽ ചോദിക്കാം. അതിനകത്തുള്ള ഒരു ഡിഫറെന്റ് അപ്രോച്ച് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മൾ അത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചാനലിൽ വേറെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോസ് അവൈലബിൾ ആണ്. നിങ്ങൾ കണ്ടു നോക്കുക. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം അല്ലെങ്കിൽ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കൂടി കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ പറ്റിയുള്ള വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യാം. സോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് the hope to see you is called as reso nadi. Please come to see the party is called as fije nadi ke so. Hope to come is called as diso j and see you the party is called as refi sona. How will please see you be coded in the code language? അതായത് ഒരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് കോഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്തിന്റെ കോഡിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്? പ്ലീസ് സി യുവിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ലൈനകത്ത് കോമൺ ആയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹോപ്പ് ടു സി യു, രണ്ടാമത്തെ ലൈൻ പ്ലീസ് കം ടു സീ ദ പാർട്ടി. രണ്ടിനകത്ത് കോമൺ ആയിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാ ഉള്ളത്? ടു സി. ഇതിനകത്ത് രണ്ടിനകത്തുള്ളതാണ് ടു സി. അപ്പൊ കോമൺ ആയിട്ട് കോഡിങ്ങിൽ കോമൺ ആയിട്ട് എന്താ ഉള്ളത് നോക്കാം. റേസോ നാഡി, ഇവിടെ എന്തുണ്ട്? ഫീജെ നാഡി കെ സോ. സോ കോമൺ ആയിട്ട് എന്തുണ്ട്? നാഡിയുണ്ട്. സോ ടു സി എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാൻ പറ്റും? നാ ഡി ആണെന്ന് എഴുതാനായിട്ട് പറ്റും. ക്ലിയറാ? ഓക്കെ. ദെൻ ഇനി ഈ പറയപ്പെടുന്ന രണ്ടാമത്തെ ലൈനും മൂന്നാമത്തെ ലൈനൂടെ കൺസിഡർ ചെയ്താൽ രണ്ടിനകത്ത് കോമൺ ആയിട്ട് എന്തുണ്ട്? ഇവിടെ കം ടു ഉണ്ട്, ഇവിടെ ടു കം ഉണ്ട്. പ്രത്യേകം കോഡിങ്ങിനകത്ത് ശ്രദ്ധിക്കണം, തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ കോഡ് വരണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ടു സി എന്ന് പറഞ്ഞാൽ നാ എന്ന് പറയുന്ന ടു എന്നോ സി എന്ന് പറയുന്ന ഡി എന്നോ ആണെന്ന് അർത്ഥമില്ല. അതിലേത് വേണമെങ്കിലും വരാം. സോ കം ടു എന്ന് വന്നാലും ടു കം എന്ന് വന്നാലും കോഡിങ്ങിൽ ഒരുപോലെയാണ്. സോ ഇവ രണ്ടിൽ ഏതാ കോമൺ എന്ന് നോക്കാം. നോക്കിക്കേ, പ്ലീസ് കം ടു സീ ദ പാർട്ടിക്ക് എന്തുണ്ട്? ഫീജെ നാഡി കേസോ. ഹോപ്പ് ടു കമ്മിനകത്ത് എന്തുണ്ട്? ഡി സോ ജെ. സോ രണ്ടിനകത്ത് കോമൺ ആയിട്ട് എന്താ ഉള്ളത്? കോമൺ ആയിട്ടുള്ളത് ഡിയും ഉണ്ട് ജെയും ഉണ്ട്. സോ ഡിയും ഉണ്ട് ജെയും ഉണ്ട്. സോ അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ടു കം എന്ന് പറയുന്നത് ഡി ജെ ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ ഈ പറയപ്പെടുന്ന നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കോഡ് ലാംഗ്വേജുകൾ കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? രണ്ടിനകത്ത് കോമൺ ആയിട്ട് ടു ഉണ്ട്. അതായത് ടു എന്ന് പറയുന്നത് ഡി ആയിരിക്കും നമുക്ക് എഴുതാൻ പറ്റും. സോ എന്താണ്? ടു എന്ന് പറയുന്നത് ഡി ആണെന്ന് എഴുതാൻ പറ്റും. ടു ഡി ആണെങ്കിൽ സി എന്ന് പറയുന്നത് നായാണ്. കറക്റ്റാ? ടു ഡി ആണെങ്കിൽ സി എന്ന് പറയുന്നത് നായാണ്. അങ്ങനെയാണ് എങ്കിൽ കം എന്ന് പറയുന്നത് എന്തായിരിക്കും? ജി ആയിരിക്കും. സോ കം എന്ന് പറയുന്നത് ജിഇ ആയിരിക്കും. നമുക്ക് എന്താ വേണ്ടേ? പ്ലീസ് സി യു. സോ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സി കണ്ടുപിടിച്ചു. ഇനി യു എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സോ ഇനി നമ്മൾ നോക്കിയാൽ ഒന്നാമത്തെ ലൈനും നാലാമത്തെ ലൈനും നോക്കിയാൽ കോമൺ ആയിട്ട് എന്തുണ്ട്? വി ഹാവ് സി യു ഉണ്ട്. ഒന്നാമത്തെ ലൈനിലും നാലാമത്തെ ലൈനിലും കോമൺ ആയിട്ട് സി യു ഉണ്ട്. ഇവിടെ എന്താണ്? റേസോ നാഡി. ഇതെന്ന് പറയുന്നത് റേഫി സോന. അപ്പൊ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? കോമൺ ആയിട്ടുള്ള ഇവിടുത്തെ സോ എസ് ഒ ആണ്, ഇവിടുത്തെ ഇസഡോ ആണ്. അപ്പൊ രണ്ടും ഡിഫറെന്റ് ആണ്. സോ കോമൺ ആയിട്ടുള്ളത് റേയും നായുമാണ്. സോ സി യു എന്ന് പറയുന്നത് രേനായാന്ന് കിട്ടി. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു സി എന്ന് പറയുന്നത് നായാണ്. അങ്ങനെയാണെങ്കിൽ യു എന്ന് പറയുന്നത് എന്തായിരിക്കും? യു എന്ന് പറയുന്നത് റേ ആയിരിക്കും. ഇനി എന്തുകൂടെ കണ്ടുപിടിച്ചാൽ മതി? പ്ലീസ് കൂടി കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഏതൊക്കെ വെട്ടിക്കളയാൻ നോക്കി. ടു നമുക്ക് ഓൾറെഡി കോഡ് ഉണ്ട്. ടു എന്ന് പറയുന്നത് ഡി ആണെന്ന് കണ്ടുപിടിച്ചു. സോ ഇത് വെട്ടിപ്പോയി. ദെൻ സി എന്ന് പറയുന്ന നായാണെന്ന് കണ്ടുപിടിച്ചു. സോ അത് വെട്ടിപ്പോയി. കം എന്ന് പറയുന്നത് ജി ആണെന്ന് കണ്ടുപിടിച്ചു. അത് വെട്ടിപ്പോയി. ദെൻ പിന്നെന്താണ്? ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സി യു ദ പാർട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദി പാർട്ടി എന്ന് പറയുന്ന ഫീസോയാണ്. കറക്റ്റാ? സി യു എന്ന് പറയുന്ന രേനായാണെങ്കിൽ ദി പാർട്ടി എന്ന് പറയുന്ന ഫീസോയാണ്. സോ നമുക്ക് ഫീയും സോയും വെട്ടിക്കളയാം. ബാക്കി ഈ വാക്കിനകത്ത് മിച്ചം എന്താ ഉള്ളത്? പ്ലീസ് മാത്രമാണ് ഉള്ളത്. സോ പ്ലീസിന്റെ കോഡിങ് എന്ത് വരും? കെ വരും. കീ. പ്ലീസിന്റെ കോഡിങ് എന്ന് പറയുന്നത് കീ വരും. സോ നമ്മൾ നോക്കിയാൽ നമുക്ക് വേണ്ടത് പ്ലീസിന്റെ കോഡിങ് എന്ന് പറയുന്ന കീ വരാം. ദെൻ സിയുടെ കോഡിങ് എന്ന് പറയുന്നത് നാ വരാം, കീന.
ദെൻ യു എന്ന് പറയുന്ന രേ വരാം. സോ എന്ത് വരും? കീ നാ രേ, അല്ലെങ്കിൽ രേ കേ നാ കീ രേ, ഇങ്ങനെ ഏത് വേണമെങ്കിലും ഓപ്ഷൻസ് ആയിട്ട് തരും. സോ ഇതേ കറക്റ്റ് ഓർഡർ തന്നെ തരുമെന്ന് വിശ്വസിക്കരുത്. ജമ്പിൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ തരുന്നത് നാ കീ രേ എന്ന് വേണമെങ്കിലും ഓപ്ഷനിൽ തരാം, അല്ലെങ്കിൽ രേ നാ കീ എന്ന് വേണമെങ്കിലും തരാം. സോ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. സോ ഇത് അല്പം കൺഫ്യൂസീവ് ആയതുകൊണ്ട് നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം. സോ തന്നിരിക്കുന്ന സ്റ്റഡി ദ ഇൻഫർമേഷൻ കെയർഫുള്ളി, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ ഇൻ എ സെർട്ടൻ കോഡ് ലാംഗ്വേജ്. നെവർ ടോക്ക് ബിറ്റ്വീൻ അതേഴ്സ് ഈസ് കോൾഡ് ആസ് SMND ROFI. Others should be helpful is called as ROL AK JQ. Never be time specific is called as FDJ ELPA. Focus between specific hours is called as high HY DG NDKS. ഇത് കോഡിംഗ് ഇച്ചിലൂടെ പാടാം, കാരണം നമുക്ക് പെട്ടെന്ന് പ്രൊനൗൺസ് ചെയ്യാൻ പോലും പറ്റത്തില്ല. സോ നമ്മളിവിടെ നോക്കിയാൽ ഏറ്റവും നമുക്ക് വേണ്ടത് സ്പെസിഫിക്, ടോക്ക്, ഹെൽപ്ഫുൾ. സോ നമ്മൾ ആ വാക്കുകൾ വേണമെങ്കിൽ നമുക്ക് തപ്പാം. ഇനി നോക്കി, ഈ പറയപ്പെടുന്ന മൂന്നാമത്തെയും നാലാമത്തെയും നോക്കിയാൽ നമുക്ക് കോമൺ ആയിട്ടുള്ള വാക്ക് ഏതാണ്? സ്പെസിഫിക്. മൂന്നാമത്തെയും നാലാമത്തെയും നോക്കിയാൽ സ്പെസിഫിക്, കോമൺ ആയിട്ടുള്ള വാർഡ് സ്പെസിഫിക് ആണ്. അങ്ങനെയാണെങ്കിൽ കോഡിങ്ങിൽ ഏതാ കോമൺ ഉള്ളത് നോക്കി? ഫി ഡി ജി എൽപ, ഹൈ ഡി ജി എൻ ഡി കിസ്. സോ എന്താണ്? സ്പെസിഫിക് എന്ന് പറയുന്ന ഡി ജി ആണെന്ന് കിട്ടി. വളരെ ക്ലിയർ ആയിട്ട് സ്പെസിഫിക് എന്ന് പറയുന്ന ഡി ജി ആണെന്ന് നമുക്ക് കിട്ടി. ദെൻ ടോക്ക് എവിടെ മാത്രമേ ഉള്ളൂ? ഫസ്റ്റിൽ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഇത്തിരി വർക്കൗട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ദെൻ ഇനി നമ്മൾ നോക്കിയാൽ ഈ പറയപ്പെടുന്ന നാലാമത്തേതും ഒന്നാമത്തേതും നോക്കിയാൽ കോമൺ എന്താ ഉള്ളത്? നെവർ ടോക്ക് ബിറ്റ്വീൻ അതേഴ്സ്. ഇതെന്ന് പറയുന്നത് ഫോക്കസ് ബിറ്റ്വീൻ സ്പെസിഫിക് അവേഴ്സ്. സോ കോമൺ ആയിട്ടുള്ള വാക്ക് ഏതാണ്? ആകെ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ബിറ്റ്വീൻ ആണ്. സോ ഇവ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? SMNT ROFI, ഹൈ ഡി ജെ എൻ ടി കിസ്. സോ എൻ ടി എന്ന് പറയുന്നതാണ് ബിറ്റ്വീൻ. സോ നമുക്ക് എന്ത് കിട്ടി? ബിറ്റ്വീൻ എന്ന് പറയുന്നത് എൻ ടി ആണെന്ന് കിട്ടി. സോ നമുക്ക് എന്ത് കളയാൻ പറ്റി? നമുക്ക് ഈ പറയപ്പെടുന്ന ബിറ്റ്വീനെയും എൻ ടിയെയും കളയാനായിട്ട് പറ്റി. ദെൻ ഇനി നമുക്ക് ടോക്ക് കണ്ടുപിടിക്കണം. സോ അതിനു മുമ്പ് ബാക്കി ഏതൊക്കെ വേർഡുകൾ വെട്ടാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതേഴ്സ് ഷുഡ് ബി ഹെൽപ്ഫുൾ. സോ അവിടെ കോമൺ ആയിട്ടൊന്നുമില്ല. സോ നെവർ ബി ടൈം സ്പെസിഫിക്. സോ ഈ പറയപ്പെടുന്നതിനകത്ത് ഇതിനകത്തൊന്ന് വെട്ടാനായിട്ട് എന്തുണ്ട്? ഇവിടെ നോക്കിയേ, നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ നോക്കിയാൽ കോമൺ ആയിട്ട് നമുക്ക് ബി ഉണ്ട്. കോമൺ ആയിട്ട് ബി മാത്രമുണ്ട്. സോ രണ്ടിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? എൽ ഉണ്ട്. സോ നമുക്ക് ബി രണ്ടിടത്ത് നമുക്ക് എന്ത് വെട്ടിക്കളയാം? എല്ല് വെട്ടിക്കളയാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ പിന്നെ എന്താണ്? സ്പെസിഫിക് വെച്ചിട്ട് ഡി ജിയും വെട്ടി. ഇനി ഈ പറയപ്പെടുന്ന ഒന്നാമത്തേതും മൂന്നാമത്തേതും നോക്കിയാൽ കോമൺ ആയിട്ടുള്ള വാക്ക് ഏതാണ്? നെവർ. കോമൺ ആയിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് നെവർ ആണ്. സോ ഇവ കോഡിങ്ങിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? കോഡിങ്ങിൽ കോമൺ ആയിട്ട് FI കിടപ്പുണ്ട്. സോ നെവറും FIയും വെട്ടിപ്പോയി. കറക്റ്റാ? നെവറും FIയും വെട്ടിപ്പോയി. ദെൻ അങ്ങനെയാണ് എങ്കിൽ ഇവിടെ സ്പെസിഫിക്കും NTയും വെട്ടിപ്പോയി. ദെൻ ഇനി എവിടെയെങ്കിലും അവർ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. സോ ഇനി കോമൺ ആയിട്ട് എന്തെങ്കിലും കിടക്കുന്ന നെവർ ടോക്ക് ബിറ്റ്വീൻ അതേഴ്സ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഈ പറയപ്പെടുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും കൺസിഡർ ചെയ്താൽ അവിടെ കോമൺ ആയിട്ട് എന്തുണ്ട്? ഒന്നാമത്തേതിലും രണ്ടാമത്തേലും കോമൺ ആയിട്ട് നമുക്ക് അതേഴ്സ് ഉണ്ട്. സോ കോമൺ ആയിട്ടുള്ള കോഡിങ് ഏതാ ഉള്ളത്? റോ. സോ അതേഴ്സ് എന്ന് പറയുന്നത് റോ ആണെന്ന് കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ ടോക്ക് എന്ന് പറയുന്നത് SM ആണ്. കാരണം ബിറ്റുള്ള ടോക്ക് മാത്രമാണ്. ടോക്ക് എന്ന് പറയുന്നത് SM ആണെന്ന് കിട്ടി. സോ നമുക്ക് ടോക്കിന് എന്ത് കിട്ടി? SM കിട്ടി. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ അതേഴ്സ് വെട്ടിപ്പോയി. കറക്റ്റാ? അതേഴ്സ് പോയി, ബി പോയി. ദെൻ എന്താണ്? ഷുഡ് ഉണ്ട്. ഷുഡ് കമ്പയർ ചെയ്യാനൊന്നുമില്ല. നമുക്ക് വേണ്ടത് ഹെൽപ്ഫുൾ എന്ന് പറയുന്ന വാക്കാണ്. ഹെൽപ്ഫുൾ എന്ന് പറയുന്ന വാക്ക് കട്ടൗട്ട് ചെയ്യാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഈ പ്രോബ്ലത്തിന്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.